ഹായ് സ്റ്റുഡൻസ്, ഒരുപക്ഷെ നിങ്ങളെല്ലാം ബ്രില്യൻ്റിൽ വന്നിട്ട് ഒരു ആഘോഷകാലം വരുവാണല്ലേ. നമ്മുടെ ഓണം ഇങ്ങെത്തുന്നു. ബ്രില്യൻ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വരുന്ന ഒരു ലോങ് വെക്കേഷനാണ് ഇപ്പോൾ ഓണം വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10 ദിവസം നമ്മൾ 12-ാം തീയതി വ്യാഴാഴ്ച ക്ലാസ്സുകൾ തീർത്ത് നിങ്ങളെ വീട്ടിൽ വിടുകയും അതിനുശേഷം 23-ാം തീയതിയാണ് നിങ്ങൾക്ക് വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങുന്നത്. സോ 10 ദിവസം നിങ്ങൾക്ക് അവധി കിട്ടുകയാണ്. ഒരുപക്ഷെ ബ്രില്യൻ്റിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മോഡൽ എക്സാമും കൂടെയാണ് വരുന്നത്. നിങ്ങൾ ഇതുവരെ ക്ലാസ് എക്സാം ഒക്കെ എഴുതിയാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ ഒരു മോഡൽ എക്സാം എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ 2-3-4 ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിൽ നിന്നും വെച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നോക്കൂ, ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. നമ്മൾ ഈ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി ബ്രില്യൻ്റിൽ ജോയിൻ ചെയ്ത് ആ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് മാറുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളൊന്നും തന്നെ മാറ്റി വെക്കണമെന്നോ വീട്ടുകാരോടൊപ്പം സന്തോഷം പങ്കിടണ്ട എന്നോ ഞാൻ പറഞ്ഞില്ല. മറിച്ച് നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾക്കും അതുപോലെ തന്നെ ആരവങ്ങൾക്കും എല്ലാം ചെറിയൊരു സമയപരിധി നിശ്ചയിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നിങ്ങളെ കാണാൻ ബന്ധുക്കളെത്തും, നിങ്ങളെ കാണാൻ കൂട്ടുകാരെത്തും, നിങ്ങൾക്ക് കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ വീട്ടിലൊക്കെ പോകാൻ തോന്നും. അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ്, അതുപോലെ പലതരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവിടെ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ 10 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്കൊരു മോഡൽ എക്സാം നടക്കുന്നുണ്ട്. അതിൽ ഞാൻ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യണം. ഒരു പക്ഷേ ബാക്ക്ലോഗ്സ് ഉള്ളതൊക്കെ നമുക്ക് തീർക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഉള്ളൊരു അവസരമാണ് നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ വെക്കേഷൻസും. നമ്മൾ എപ്പോഴും എല്ലാ വർഷവും ഇത് പറയുന്നത് പോലെ ഈ ഒരു വർഷത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റും. എല്ലാ ആഘോഷങ്ങളെയും മാറ്റിവെച്ച് 24 hours നമുക്കിരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ പറയുന്ന പോലെ കുറേ ദിവസം മാറി നിന്നിട്ട് പെട്ടെന്ന് രക്ഷിതാക്കളെയും ഫ്രണ്ട്സിനെയും ഒക്കെ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സന്തോഷം, പിന്നെ ആഘോഷമാണ്. ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ പല സ്ഥലത്തും പല രീതിയിലാണതല്ലേ. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷം, പുലികളിയുണ്ട്, അമ്പലങ്ങളിലൊക്കെ കലാപരിപാടികളുണ്ടാവും, അതുപോലെ വീട്ടിനടുത്തുള്ള ക്ലബ്ബുകളുണ്ടാവും. അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാം ഇതിൻ്റെ ഭാഗമാകണം. പക്ഷേ എങ്കിൽ കൂടി ഇപ്പം നമ്മുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ എക്സാം തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എങ്ങനെ ഒന്ന് റെഡിയാകാം എന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്. നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12-നാണ്, തുടക്കുന്നതാണെങ്കിൽ 23-ന്. കൃത്യം 10 ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഓണം മോഡൽ എക്സാം നമ്മൾ എൻറ്റയർ ബ്രില്യൻ്റ് ബാച്ചുകളെയും 2ആയിട്ട് തിരിച്ചിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ബാച്ചിൽപ്പെട്ട കുട്ടികളായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫിസിക്സിന് നമുക്ക് 4 ചാപ്റ്റർ, കെമിസ്ട്രിക്ക് 3 ചാപ്റ്റർ, ബയോളജിക്ക് 4 ചാപ്റ്റർ. സോ ടോട്ടൽ നമുക്ക് വരുന്നത് 11 ചാപ്റ്റേഴ്സാണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ദിവസം നിങ്ങൾ എങ്ങനെയായാലും ഒരു 11 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 10 ദിവസം കൂടെ നമുക്കൊരു 110 മണിക്കൂർ കിട്ടും. അതായത് 110 മണിക്കൂറും 11 ചാപ്റ്ററും. അപ്പം നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. 10 മണിക്കൂർ ഒരു ചാപ്റ്റർ പഠിക്കാൻ കിട്ടുന്നത് മാക്സിമം സമയമാണ്. അതിൽ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാകാം. പക്ഷെ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കണം എന്നുണ്ടാകാം. ചില ചാപ്റ്റേഴ്സ് വളരെ ഫ്രഷായിട്ട് തന്നെ തുടങ്ങേണ്ടതായിട്ട് വരും. എന്ത് തന്നെ ആയാലും 10 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും കൂടിയൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 10 മണിക്കൂറിനെ തന്നെ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് മാറ്റുക. ഡിവൈഡ് ചെയ്ത് മാറ്റുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് എല്ലാം നന്നായിട്ട് അറിയാമെങ്കിൽ അതിൽ കൂടുതൽ സമയം ക്വസ്റ്റ്യൻ ചെയ്യാനും ബാക്കി വരുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യനുകളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. ഇനി അതല്ല, കോൺസെപ്റ്റ് ഒന്ന് കൂടി വായിക്കണം, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്താലേ എനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ സമയം ഡിവൈഡ് ചെയ്യാൻ. ഇനി അതല്ല, പെൻഡിങ് ഉള്ള ടോപ്പിക്സ് ആണ്, എനിക്കത് ഒന്നുകൂടി തന്നെ പഠിക്കണം എന്നുള്ളവർ കൃത്യമായിട്ട് സമയം എടുത്ത് തന്നെ പഠിക്കണം. കാരണം ഈ സമയം നമ്മൾ എപ്പോഴും പറയും പോലെ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സമയമാണ്. പരീക്ഷകൾ ചെയ്ത് പഠിക്കുവാനുള്ള അവസരം നമുക്ക് ഇനിയും ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് ഈ സമയത്ത് പരീക്ഷകൾ ചെയ്യാതിരിക്കണം എന്നല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങൾ ആ കോൺസെപ്റ്റിനെ ഉൾക്കൊള്ളാനുള്ള സമയം 10 മണിക്കൂർ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒട്ടും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങളൊരു 7 മണിക്കൂറും ആ കോൺസെപ്റ്റ് പഠിക്കാനും
ബാക്കി 3 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യാനുമായിട്ട് മാറ്റി വെക്കണം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജിനനുസരിച്ച്. അപ്പോൾ ഫിസിക്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ക്വസ്റ്റ്യൻ ചെയ്യാൻ മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് കോൺസെപ്റ്റുകൾ അത്യാവശ്യം അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതിയാകും. പക്ഷേ ബയോളജിയുടെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ NCERT എന്തായാലും വായിച്ചേ പറ്റൂ. അപ്പോൾ NCERT വായിച്ച് വരുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കുറയാനുള്ള സാധ്യതയുണ്ട്. അവിടെയും നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഈ 10 മണിക്കൂറിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് മാറ്റണം. എങ്ങനെ പോയാലും നിങ്ങളൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ മാറ്റി വയ്ക്കുകയും ബാക്കി സമയം അതിൻ്റെ തിയറി പഠിക്കാനായി ഉപയോഗിക്കുകയും ചെയ്യണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ മോഡൽ എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഒരു 24th നിങ്ങൾ റെഡി ആയിരിക്കുമ്പോഴേക്കും ഇതുവരെയുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നും തന്നെ ഒരു പെൻഡിങ്ങും വരാതെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇനി വേറെയും ഒരു കാര്യമുണ്ട് കേട്ടോ. ഇൻ കേസ് ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി പഠിക്കാൻ മാറ്റി വെച്ചിരിക്കുന്നത് മോഡൽ എക്സാമിൻ്റെ പാർട്ടായിട്ട് വരുന്നില്ല എങ്കിൽ സമയം ഡിവൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ചാപ്റ്ററിനും കൂടെ സമയം കണ്ടെത്തണം. കാരണം ബാക്ക്ലോഗ്സ് തീർത്തു പോകാനുള്ള അവസരവും നമ്മുടെ വെക്കേഷൻ തന്നെയാണ്. അപ്പം നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്ലാസ്സിന് അനുസരിച്ച് നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ബാക്ക്ലോഗ്സ് പഠിച്ചു തീർക്കാനുള്ള സമയം കുറച്ച് കുറഞ്ഞു വരും. അത് ഒഴിവാക്കാൻ വേണ്ടി കിട്ടുന്ന സമയം നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ മോഡൽ എക്സാമിന് വരാത്ത അല്ലെങ്കിൽ മോഡൽ എക്സാമിന് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് വേണം നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി വേണം ഈ 10 ദിവസവും നിങ്ങൾ മുന്നോട്ട് പോകാൻ. ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും ഒക്കെ നമുക്ക് സമയമുണ്ട്. അത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന്, ഒരു മെഡിക്കൽ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത വർഷം നിങ്ങൾക്ക് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയണം. അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് ജയിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.